പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, ഷെക്കേന ടെലിവിഷനോടൊപ്പം കോഴിക്കോട് ഹോളി സ്പിരിറ്റ് മിനിസ്ട്രി നടത്തുന്ന സുവിശേഷ അഗ്നി ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് സ്വർഗാരോഹണത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ ദൗത്യമെന്ന് പറയുന്നത് പ്രേഷിത ദൗത്യമാണ്. ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ, എന്നിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താൻ. 1976 ഏപ്രിൽ 26 അമേരിക്കൻ ജനത കൗതുകകരമായ ഒരു കാഴ്ച ടെലിവിഷനിൽ കാണുകയുണ്ടായി. സാൻ ഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ജോവലും ആംസ്ട്രോങ് എന്നീ 2 കായിക താരങ്ങൾ ഒരു ഓട്ടം നടത്തുകയാണ്. അതായത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് വാഷിങ്ടൺ വരെ അവർ ഓടുകയാണ്. വാഷിങ്ടണിലെ വൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കിയാണ് അവർ ഓടുന്നത്. 2987 കിലോമീറ്റർ 9.5 ദിവസം കൊണ്ടാണ് അവർ ഓടിയെത്തിയത്. പക്ഷെ ഇവരെ കൗതുകത്തോടെ മീഡിയകളെല്ലാം അവരെ ശ്രദ്ധിച്ചത് ഇവരുടെ 2 പേരുടെ കൈകളിൽ ബൈബിൾ ഉണ്ടായിരുന്നു. അവരിങ്ങനെ ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ ഓടിയത്. അപ്പോൾ അവരോട് ഈ മീഡിയ പ്രസ്സിലെ ആൾക്കാർ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ ബൈബിളുമായിട്ട് ഓടിയത്? അപ്പോൾ അവർ കൊടുത്ത ഉത്തരം ഇതാണ്: ബൈബിളാണ് ലോകത്തിൻ്റെ പ്രകാശവും ലോകത്തിൻ്റെ ശാന്തിയും ലോകത്തിൻ്റെ രക്ഷയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സ്വർഗാരോഹണ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഏവർക്ക് ലഭിച്ച അടിസ്ഥാനപരമായ വിളി, പ്രേഷിത വിളിയ, അതിനെക്കുറിച്ച് ധ്യാനിക്കാനുള്ള ഒരു സമയമാണ്. ദൈവശാസ്ത്ര നിർവചനം ഇപ്രകാരമാണ്. അതായത് ഇതൊരു ദൈവശാസ്ത്ര പണ്ഡിതൻ്റെ നിർവചനമല്ല, ഇതൊരു ആത്മീയ ഗുരു എന്താണ് പ്രേഷിത ചൈതന്യം എന്നതിന് കൊടുത്ത ഒരു നിർവചനമാണ്. ഒരു മനുഷ്യ ആത്മാവിൽ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ പ്രേഷിതനും യഥാർത്ഥ വിശുദ്ധനും രൂപപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ: നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിക്കണം. ഇതൊരു ആത്മീയ ഗുരു പ്രേഷിത, അത് സുവിശേഷ പ്രഘോഷണത്തിന് കൊടുത്ത നിർവചനമാണ്. ഒരാൾ പ്രേഷിതനാകണമെങ്കിൽ, വിശുദ്ധനാകണമെങ്കിൽ സ്നേഹത്തിൻ്റെ അഗ്നി അയാളുടെ ഹൃദയത്തിൽ ജ്വലിക്കണമെന്നാണ്. അതിൻ്റെ ഊഷ്മളതയിൽ ആ ഗുരു തുടരുകയാണ്: സ്വാർത്ഥത കരിഞ്ഞ് ചാമ്പലാകണം. ഒരു പ്രേഷിതൻ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പുറപ്പെടുന്നതാണ്. അപ്പം ഈ സ്നേഹത്തിൻ്റെ അഗ്നി നിമിത്തം നമ്മുടെ സ്വാർത്ഥത കരിഞ്ഞ് ചാമ്പലാകണം. എന്നിട്ട് ആത്മാവിനായി, ലോകത്തിനായി നെട്ടോട്ടമോടണം. സഹനങ്ങളിലും പ്രാർത്ഥനകളിലും വിശപ്പിലും ദാഹത്തിലും രോഗത്തിലും ദാരിദ്ര്യത്തിലും ഉപവാസത്തിലും ജാഗരണത്തിലും ഒരേ ഒരു നിയോഗം ഉയർപ്പിക്കണം: ഈശോയ്ക്കായി ലോകം മുഴുവനെയും നേടുക. ക്രിസ്തു എല്ലാവരിലും രൂപപ്പെടണമെങ്കിൽ നാം ഈറ്റുനോവ് അനുഭവിക്കണം. ഈറ്റുനോവ് എന്താ? ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദനയാണ്. ഈ ലോകത്ത് ആത്മാക്കളെ നേടണമെങ്കിൽ ഒരു പ്രേഷിതൻ, ഒരു മാമോദീസ സ്വീകരിച്ച എല്ലാവരും പ്രേഷിതരാണ്. എല്ലാവരുടെ ദൗത്യമാണ് സുവിശേഷം പ്രഘോഷിക്കാൻ. ഇപ്പം സുവിശേഷം പ്രഘോഷിക്കണം, നെട്ടോട്ടം ഓടണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതായത് ഒരു പ്രേഷിതൻ ഒരു ആത്മാവിനെ രക്ഷിക്കുന്നത് ഒരു ഈറ്റുനോവ് അനുഭവിക്കുന്നത് പോലെയാണ്. അപ്പം ആത്മാവിനെ നേടിയെടുക്കുമ്പോൾ ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് അവരനുഭവിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. വിശുദ്ധ അഗസ്തീനോസ് പ്രേഷിതത്വത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവിടുത്തെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾക്കാവുന്നതെല്ലാം ചെയ്യുക. അത് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനായിട്ട് നിങ്ങൾ
ആവുന്നത് ചെയ്യണമെന്ന് അഗസ്തീനോസ് പഠിപ്പിക്കുക. പ്രേക്ഷിത പ്രവർത്തനം സഭയുടെ കൂട്ടുത്തരവാദിത്തമാണെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിക്കുക. നമ്മൾ ഓർക്കും, ഇതാ ഈശോ പഠിപ്പിച്ചു, നിങ്ങൾ പോയി ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. നമ്മൾ പലരും ചിന്തിക്കും, ഇത് അച്ഛന്മാരുടേതാണ്, ഇത് സിസ്റ്റർമാരുടെ കടമയാണ്, ഇത് മെത്രാന്മാരുടെ കടമയാണ്. ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുക, മക്കളെ, ഇത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ്. അച്ഛന്മാരുടെ മാത്രമല്ല, സിസ്റ്റേഴ്സിൻ്റെ മാത്രമല്ല, മെത്രാന്മാരുടെ മാത്രമല്ല, മാമോദിസ സ്വീകരിച്ച എല്ലാവർക്കും കർത്താവ് കൊടുത്ത കൽപ്പനയാണ് സുവിശേഷം പ്രഘോഷിക്കാൻ. നമ്മുടെ തലശ്ശേരിയുടെ ആർച്ച് ബിഷപ്പ് പമ്പളാനി പിതാവ് 7 കർമ്മ പരിപാടികൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രേക്ഷിതനുണ്ടാകേണ്ട 7 കർമ്മ പരിപാടികൾ. 1, നമ്മൾ സുവിശേഷവൽക്കരണത്തിനായി, സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കാത്തവർക്ക് ഈശോയെ കൊടുക്കണം. 2, യേശുവിനെ കുറിച്ച് കേട്ടിട്ടും നമ്മൾ മന്ദതയിലായിരിക്കുന്നവരെ ഒരു നവസുവിശേഷവൽക്കരണം നടത്തണം. 2, നമുക്ക് ലഭിച്ച ആ ഒരു സുവിശേഷത്തെ എപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പം അതിന് അടിസ്ഥാനപരമായിട്ടുണ്ടാകുന്ന ഒരു പ്രേക്ഷിതനുണ്ടാകേണ്ട പ്രധാന കാരണങ്ങളിലൊന്ന് പ്രാർത്ഥനയാണ്. പ്രേക്ഷിതർക്ക് വേണ്ടി, മിഷന് വേണ്ടി, മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2, ദൈവവചനത്തെ ആഴത്തിൽ പഠിക്കുക. പമ്പളാനി പിതാവ് പറയാം, അവിടെയാണ് ഒരു പ്രേക്ഷിതൻ ജനിക്കുക. ദൈവവചനത്തെ ആഴത്തിൽ പഠിക്കുക. 3, യേശുവിലുള്ള വിശ്വാസം, സ്വന്തം ജീവിതത്തിൽ വരുത്തിയ മാറ്റം മറ്റ് വ്യക്തികളുമായിട്ട് പങ്കുവെക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുടുംബം, നമ്മുടെ കുടുംബം എന്തുകൊണ്ടിങ്ങനെ നല്ല കുടുംബമാകാൻ കാരണമായതെന്ന് മറ്റ് വ്യക്തികളുമായിട്ട് പങ്കുവെക്കണം. നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനുള്ള സാക്ഷി, അതാണ് പ്രേക്ഷിത പ്രവർത്തനം. 4, കണ്ടുമുട്ടുന്നവരോട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയണം. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ആദ്യം നമുക്ക് ബോധം ഉണ്ടാകണം. എന്നിട്ടത് മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. പതുക്കെ ആ സംശയമുള്ളവരെ നമുക്ക് യേശുവിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പമ്പളാനി പിതാവ് പഠിപ്പിക്കുന്നുണ്ട്. 5, പ്രേക്ഷിത പ്രവൃത്തിയെ ABC ആയി പിതാവ് തരംതിരിക്കുക. 1, ആദ്യം ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവാണ്. 2, യേശുവിനെ ഞാൻ കർത്താവും രക്ഷകനുമായി അംഗീകരിച്ച് വിശ്വസിക്കലാണ്. 3, യേശുവിൻ്റെ സഭയിൽ വിശ്വാസം ഏറ്റുപറഞ്ഞ് കൂട്ടായ്മയിൽ വളരുക. അപ്പോൾ പമ്പളാനി പിതാവ് പറഞ്ഞ 3 കാര്യങ്ങൾ. 1, ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ്, അപ്പം ഞാൻ വിശുദ്ധിക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കും. 2, പാപിയായ ഞാൻ രക്ഷപ്പെടുന്നത് കർത്താവായ യേശുവിനെ നാഥനും രക്ഷകനുമായിട്ട് പ്രഖ്യാപിക്കുമ്പോഴാണ്, വിശ്വസിക്കുമ്പോഴാണ്. 3, അങ്ങനെ വിശ്വസിക്കുന്നവരാണ് സഭയുടെ കൂട്ടായ്മയിലേക്ക് വരുന്നത്. ഇനി 6, വിശുദ്ധ ഗ്രന്ഥം അക്രൈസ്തവ മക്കൾക്ക് എത്തിക്കണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇത് പണ്ട് നമ്മുടെ മാതാപിതാക്കളൊക്കെ ചെയ്തിരുന്നതാണ്. ഇന്ന് നമ്മൾ അതിൽ നിന്ന് വീണ്ടും അലസരായിരിക്കുക. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ദൈവവചനം അക്രൈസ്തവർക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയാത്തവർക്ക് സമ്മാനമായിട്ട് കൊടുക്കണം. വിശേഷ ദിവസങ്ങളിലൊക്കെ അക്രൈസ്തവരെയൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വിളിക്കണം. ക്രിസ്മസിന്, ഈസ്റ്ററിന് അവരുമായിട്ട് നമ്മുടെ സ്നേഹവിരുന്നൊക്കെ പങ്കുവയ്ക്കണം. അപ്പോൾ യേശു ആരെന്ന് അറിയാനുള്ള അവസരം അവർക്ക് ലഭിക്കുക. അപ്പം നോക്കിക്കേ, പ്രേക്ഷിത പ്രവർത്തനത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 7 കാര്യങ്ങളാണ്. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, അത് ഫ്രാൻസിസ് പാപ്പയാണ്, സുവിശേഷവൽക്കരണവും മനുഷ്യവൽക്കരണവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം. അതായത് നമുക്കറിയാം, ഒരു സുവിശേഷം കൊടുക്കുന്നതിന് മുമ്പ് ഭക്ഷണം കൊടുക്കണം, വീട് കൊടുക്കണം. നമ്മുടെ പണ്ടത്തെ മിഷണറിമാർ, ഇവിടെ കണ്ണൂരിലെ സുക്കോൾ അച്ഛനും അങ്ങനെ അനവധിയായ മിഷണറിമാരൊക്കെ ചെയ്ത കാര്യമാണ്. അവരാദ്യം അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഉയർത്തുക, അതാണ് മനുഷ്യവൽക്കരണം. എന്നിട്ട് സുവിശേഷവൽക്കരണം. പഴയ മിഷണറിമാരൊക്കെ അതിൽ അല്പം പോലും വെള്ളം ചേർത്തിരുന്നില്ല. എന്നാൽ ഇന്ന്
പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിൽ ഈ മനുഷ്യവൽക്കരണത്തിന് പ്രാധാന്യം. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ മറ്റ് സ്ഥാപനങ്ങൾ, നമ്മുടെ ഓരോ കാര്യവും നമ്മൾ സംഘടിപ്പിക്കുന്ന പല പല കാര്യങ്ങൾ, അവിടെ സുവിശേഷവൽക്കരണം ഇല്ലാതാകുക. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നത് ഇതൊരു സന്തുലിതാവസ്ഥ വരണം. ഇപ്പം നമുക്ക് മീഡിയകളുടെയും മറ്റ് പൊതുജനത്തിൻ്റെയും പേരും പെരുമയും നമുക്ക് കിട്ടും. നമ്മൾ മനുഷ്യവൽക്കരണം, സോഷ്യൽ സർവീസ്, അത് വേണ്ടാന്നല്ല. നേരെ മറിച്ച് ഈ മനുഷ്യവൽക്കരണം സുവിശേഷവൽക്കരണത്തേക്കാൾ വലുതായി. സുവിശേഷവൽക്കരണം തന്നെ പല നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇല്ലാതായി. അപ്പം ഇത് നിങ്ങൾ ഓർക്കും അച്ഛൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് പറയുന്നതാണ്. ഇത് ഫ്രാൻസിസ് പാപ്പ നിരന്തരം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഈ സുവിശേഷവൽക്കരണവും മനുഷ്യവൽക്കരണവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണമെന്ന്. അതായത് മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളിൽ നിന്നും അനീതിയിൽ കഴിയുന്നവരെയും നമ്മൾ രക്ഷിക്കണം. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തണം, ആതുര സേവനം നടത്തണം, അഗതി മന്ദിരങ്ങൾ നടത്തണം. ഒരുപാട് കാര്യങ്ങൾ ഭൗതികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വരുന്ന ദുരന്തം എന്താ? നമ്മൾ അതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. നേരെ കുറിച്ച് പഴയ മിഷണറിമാർ അതിലൂടെ അവർ വന്നത് സുവിശേഷ പ്രഘോഷണത്തിനാണ്. അൽമായരുടെ, അച്ഛന്മാരുടെ എല്ലാവരുടെയും വിളി ആണ് പ്രേക്ഷിത വിളി എന്ന് തിരിച്ചറിയണം. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പഠിപ്പിക്കുകയാണ്, നമ്പർ 900. എല്ലാ ക്രിസ്തീയ വിശ്വാസികളെ പോലെ അൽമായരും അവരുടെ മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ ദൈവം അവരെ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് നമ്മുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ തോമസ് അക്വീനാസ് ഇങ്ങനെ പറയുന്നുണ്ട്, മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുക എന്നത് ഓരോ പ്രഘോഷകൻ്റെയും ഓരോ വിശ്വാസിയുടെയും ധർമ്മമാണ്. അപ്പം കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിനോട് ചേർന്ന് നിൽക്കുകയാണ് വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ. ഇത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്, ധർമ്മമാണ്. കാരണം ക്രിസ്തു തന്നെ നമുക്ക് നൽകിയ വിളിയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ. നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ നന്മ പ്രവൃത്തികളിലൂടെ നമ്മളെല്ലാവരും യേശുവിനെ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കണം. യേശു ക്രിസ്തുവാണ് ലോകത്തിൻ്റെ ഏകരക്ഷകൻ എന്ന വലിയ സത്യം ലോകത്തെ പഠിപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിചിന്തനത്തിനായിട്ട് നാം ചിന്തിക്കണം, എവിടെ നമ്മുടെ വിശ്വാസത്തിന് എന്ത് പറ്റി? എരിഞ്ഞ് തീരാറായോ? നമുക്ക് കിട്ടിയ മാമോദീസയുടെ സ്ഥൈര്യലേപനത്തിലൂടെ ലഭിച്ച കൃപകളും വരങ്ങളും അഭിഷേകവും എരിഞ്ഞ് തീരാറായോ? ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് എരിഞ്ഞ് തീരാറായ പ്രേക്ഷിത ചൈതന്യമാണ്. വിളിക്കപ്പെട്ടവർക്ക് പോലും ഒരു നിസ്സംഗത, മന്ദത, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ആവേശം ചോർന്നു പോയ ക്രിസ്ത്യാനികളെയാണ് നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ തണുത്തുപോയോ മന്ദോഷ്ണരായോ എന്ന് ധ്യാനിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ മറന്നുള്ള കർത്തൃ ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് നേരത്തെ നമ്മൾ പറഞ്ഞു. അതായത് മനുഷ്യവൽക്കരണം വേണം. കർത്താവിനെ മറന്ന് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുര സേവനങ്ങൾ, പിന്നെ നമ്മൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ നടക്കും. കർത്താവിനെ മറന്നുള്ള കർത്തൃ ശുശ്രൂഷ സുവിശേഷം ആഗ്രഹിക്കുന്നില്ല എന്ന വലിയ സത്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. പിന്നെ പ്രാർത്ഥനയില്ലായ്മയാണ് പ്രേക്ഷിത ദൗത്യം നമ്മളിൽ മന്ദീഭവിക്കാനായിട്ട് കാരണമായത്. പിന്നെ എന്തു പറ്റി? പെന്തക്കോസ്ത അനുഭവം, ആദിമ ക്രൈസ്തവ സഭയ്ക്ക് ലഭിച്ച അനുഭവത്തിൻ്റെ ആ ചൂട്, ആ തീ നമ്മൾ ജ്വലിക്കാത്തത് എന്തുകൊണ്ടെന്ന് നാം നിരന്തരം ധ്യാനിക്കണം. ശില്പിയില്ലാതെ ഭവനം പണിയുന്നവരാണ് നാം. കർത്താവില്ലാതെ ഭവനം പണിയാനായിട്ട് നോക്കരുത്. ജനപ്രീതിയല്ല മാനദണ്ഡം. നമ്മളോർക്കും നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ജനങ്ങൾ എന്ത് പറയുന്നു, മീഡിയ എന്ത് പറയുന്നു, മറ്റുള്ളവർ ലോകം എന്ത് പറയുന്നു, അതുകൊണ്ട് പലരും എന്ത് ചെയ്യും? യേശുവിനെ കുറിച്ച് പറയില്ല. ജനപ്രീതിയല്ല സുവിശേഷ പ്രഘോഷണത്തിൻ്റെ മാനദണ്ഡം. അടിയുറച്ച ദൈവവിളിയും പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യവുമാണെന്നുള്ള തിരിച്ചറിവാണ്
ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ അനവധിയായ പ്രേക്ഷിതരെ എടുത്ത് ഉയർത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, വചനാഭിഷേകത്തിന് ശേഷം നമ്മളെല്ലാവരും കർത്താവിൻ്റെ മുൻപിൽ അണിനിരന്നിരിക്കുകയാണ്. കർത്താവ് ഏറ്റവും വലിയ ഡോക്ടർ, നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്ന ഈശോ ഇതാ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വരങ്ങളും അഭിഷേകം കൊണ്ട് നമ്മളെല്ലാവരെയും നിറക്കുന്നതിന് വേണ്ടി തിരുവോസ്തിയിൽ സത്യമായിട്ടും ഈശോ എഴുന്നള്ളി വന്നിരിക്കുക. മക്കളെ, 2 കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ചുകൊണ്ട് ആ ഈശോയെ നോക്കിക്കൊണ്ട് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ദാനമായി നൽകണമേ. പരിശുദ്ധാത്മാവേ, ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വീടിൻ്റെ മേല്, ഞങ്ങളുടെ പറമ്പിൻ്റെ മേല്, ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേല്, ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേല് ഒരിക്കൽ കൂടെ എഴുന്നള്ളി വന്ന് ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അഗ്നി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. തീ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അപ്പോഴെല്ലാ ദുഷ്ടാരൂപികൾ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുമല്ലോ. സ്വയം നാശമാകാതെ, സ്വയം മലിനമാകാതെ, തിന്മയെ നശിപ്പിക്കുന്ന, മലിനമായവയെ കത്തിച്ചാമ്പലാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ എല്ലാവരുടെ മേൽ എഴുന്നള്ളി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ കരങ്ങളൊക്കെ വിരിച്ചു പിടിച്ച് ശക്തിയേകി നയിക്കണേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഭവനത്തിന്റെ മേല്, നമ്മുടെ മക്കളുടെ മേല് സ്ത്രീയന്മാർക്ക് ലഭിച്ച അതേ തീ അഭിഷേകം, അതേ റിവൈവൽ ഫയർ നമ്മുടെ മേൽ ഇറങ്ങി വരുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടെ തീഷ്ണതയോടെ പാടി പ്രാർത്ഥിക്കാം. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ആത്മാവേ ശക്തിയേകി നയിക്കണേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വീട്, പറമ്പ്, നമ്മുടെ വാഹനങ്ങള്, നമ്മുടെ കുഞ്ഞുമക്കള്, നമ്മുടെ തൊഴിൽ മേഖലകള്, നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ സ്വപ്നങ്ങള്, ഇവിടെ എല്ലാറ്റിൻ്റെ മേല് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് നമ്മുടെ മേലുള്ള ഭരണം പരിശുദ്ധാത്മാവ് അങ്ങ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി പാടിക്കേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ യേശുവേ ശക്തിയേകി നയിക്കണേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അച്ഛനോടൊപ്പം വന്ന് എല്ലാവരും ഒന്ന് ഒരു സ്വതന്ത്രമായിട്ട് സ്തുതിച്ചുകൊണ്ട് ഈശോയെ ഒന്ന് ആരാധിച്ച മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ മക്കളെ. സ്നേഹന്മാരിൽ ഇറങ്ങി വന്നതുപോലുള്ള ഒരു അഗ്നി അഭിഷേകം നമ്മുടെ എല്ലാവരുടെ മേല്, നമ്മുടെ കുടുംബത്തിന്റെ മേല്, നമ്മുടെ മക്കളുടെ മേല്, നമ്മുടെ ശരീരത്തിന്റെ മേലെ എല്ലാം വന്ന് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വലിയ അത്ഭുതം നടക്കട്ടെ മക്കളെ. വലിയ നവീകരണം നടക്കട്ടെ മക്കളെ. വലിയ മാറ്റം സംഭവിക്കട്ടെ മക്കളെ. പുതിയ മനുഷ്യരാക്കി നമ്മൾ മാറ്റപ്പെടട്ടെ. ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവം ലഭിക്കട്ടെ. ഒരു പുതിയ ആത്മാവിന്റെ അഭിഷേകം ലഭിക്കട്ടെ. വരങ്ങൾ കൊണ്ട് നമ്മളെ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. റിയ 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 റിയ. യേശുവേ, നമ്മുടെ എല്ലാ കുടുംബങ്ങളും സമർപ്പിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേല് പരിശുദ്ധാത്മാവിന്റെ അധിക ബലം ലഭിക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളുടെ മേല്, നമ്മുടെ യാത്രയുടെ മേല്, നമ്മുടെ സ്വപ്നങ്ങളുടെ മേല്, ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടി ഒരു ഭവന സ്വപ്നം കാണുന്നവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലട്ടെ. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലട്ടെ. അതിന്റെ എല്ലാ തടസ്സങ്ങൾ കത്തിച്ചാമ്പലാകട്ടെ. കടബാധ്യതകളൊക്കെ പെട്ടിരിക്കുന്ന മക്കളുടെ മേല് ഒരു പുത്തൻ അഭിഷേകം വന്ന് അവരാ വലിയ ആ ദുരന്തങ്ങളിൽ നിന്നൊക്കെ കർത്താവ് എടുത്ത് ഉയർത്തട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഈ ദൈവജനത്തെ സ്നാനപ്പെടുത്തണമേ. ജലം കൊണ്ടുള്ള സ്നാനമല്ല കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ സ്നാനം കൊണ്ട്
ഞങ്ങളെല്ലാവരെയും നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മളുടെ രോഗങ്ങൾ എടുത്തു മാറ്റാൻ ഇത് അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുക. നമ്മുടെ എല്ലാ രോഗങ്ങളും കർത്താവിന് വിട്ടുകൊടുത്ത്, എല്ലാ ക്ഷീണം, തളർച്ച, കടങ്ങള്, കലഹങ്ങള്, വീട്ടിലെ ആസക്തികൾ, മദ്യത്തിന്റെ ആസക്തി, മയക്കുമരുന്നിന്റെ ആസക്തി, നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന തിന്മകള് എല്ലാം കർത്താവിന് വിട്ടുകൊടുത്ത് ഈശോ ഇന്ന് നിന്റെ വീട്ടിൽ പ്രവർത്തിക്കട്ടെ. പറഞ്ഞേ ആമേൻ. ആമേൻ. ഇന്ന് നിന്റെ വീട്ടില് പരിശുദ്ധാത്മാവിനെ അയച്ച് നിന്റെ ഭവനത്തെ കർത്താവ് ഇന്ന് ബലപ്പെടുത്തട്ടെ. ആമേൻ. നിന്റെ കുടുംബത്തെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. രോഗബാധിതമായ നിന്റെ കോശങ്ങളെ എടുത്ത് മാറ്റിക്കൊണ്ട് പുതിയ കോശങ്ങള്, പുതിയ അവയവങ്ങള് കർത്താവായി ഈശോയ്ക്ക് തരാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുമ്പോൾ സുവിശേഷാഗ്നി ശുശ്രൂഷയിലൂടെ അസാധ്യമായ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ ശക്തി നിന്റെ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരട്ടെ. ആമേൻ. നിന്റെ വീട്ടിലെ മലിനമായതിന് തകർത്ത് കളയട്ടെ. ആമേൻ. അശുദ്ധമായത് ബന്ധിക്കപ്പെടട്ടെ. ആമേൻ. സാത്താൻ ബഹിഷ്കരിക്കപ്പെടട്ടെ. ആമേൻ. പാപം ബന്ധിക്കപ്പെടട്ടെ. ആമേൻ. ഗുണോത്രങ്ങൾ ബന്ധിക്കപ്പെടട്ടെ. ആമേൻ. തിന്മകൾ ശാസിക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച മക്കളെ, എല്ലാവരും സ്തുതിച്ച കർത്താവിന്റെ ശക്തി നിന്റെ ഭവനത്തിലേക്ക്, കർത്താവിന്റെ ഡെലിവറൻസ് നിന്റെ ഭവനത്തിലേക്ക്, കർത്താവിന്റെ അഗ്നി നിന്റെ കുടുംബത്തിലേക്ക്, ആ തീ അഭിഷേകം കൊണ്ട് നിന്റെ എല്ലാ രോഗാണുക്കൾ കത്തിച്ചാമ്പലാകട്ടെ. രോഗാണുക്കളെല്ലാം കത്തിച്ചാമ്പലാകട്ടെ. പകർച്ചവ്യാധികളെ കർത്താവ് ബന്ധിക്കുന്നു, തിന്മകളെ ബന്ധിക്കുന്നു, അലർജി രോഗത്തെ ബന്ധിക്കുന്നു, നടുവുവേദനയെ ബന്ധിക്കുന്നു, ക്യാൻസറിനെ ബന്ധിക്കുന്നു, കടബാധ്യതകളെ ബന്ധിക്കുന്നു, കലഹത്തെ ബന്ധിക്കുന്നു, തളർച്ചയെ ബന്ധിക്കുന്നു, പ്രഷർ ഷുഗറിനെ ബന്ധിക്കുന്നു, തിന്മയുടെ സ്വാധീനങ്ങളെ ബന്ധിക്കുന്നു, ചീത്ത കൂട്ടുകെട്ടുകളെ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് വന്നീടണേ. ഈ ഒരു അത്ഭുതം നിന്റെ വീട്ടിൽ നിന്ന് നടക്കട്ടെ മകനെ, മകളെ. സൗഖ്യം തന്നീടണേ. യേശുവേ, സൗഖ്യം കൊടുത്ത് ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയേ, തലവേദന, തലകറക്കം, മരവിപ്പ്, നടുവുവേദന, ഉദര സംബന്ധമായ രോഗങ്ങള്, വയറ്റിലെ മുഴകൾ, അടിവയറ്റിലെ വേദനകളെല്ലാം ഈ നിമിഷം വിട്ടുമാറട്ടെ. വരേണമേ. സൗഖ്യം തരേണമേ. ഇടലിവേദനയുടെ മേല്, കൈവേദനയുടെ മേല്, കാലുവേദനകളുടെ മേല്, പാദവേദനകളുടെ മേലെല്ലാം കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്ന്, സൗഖ്യത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നുകൊണ്ട്, തിരുരക്തത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് വലിയ സൗഖ്യം നൽകട്ടെ. ഈശോയേ, ഹല്ലേലൂയ. വന്നീടണേ. യേശുവേ, സൗഖ്യം തരേണമേ. മാരക രോഗങ്ങൾ ബന്ധിക്കപ്പെടട്ടെ. എയ്ഡ്സ്, പുറത്തു പറയാൻ പറ്റാത്ത രോഗപീഠകള്, പകർച്ചവ്യാധികള്, അർശസ്, മൂലക്കുരു, രക്തസ്രാവങ്ങള് കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ, തിരു രക്തത്തിന്റെ ശക്തിയാ ഇന്ന് നിന്റെ ഭവനത്തില് അത്ഭുതം നടക്കുന്ന നിമിഷമാണ്. ഈശോയേ, തൊടേണമേ. സൗഖ്യം തരേണമേ. എല്ലാ ജീവിത പങ്കാളികളെ സമർപ്പിക്കുകയാണ്. ജീവിത പങ്കാളികളുടെ മേലുള്ള എല്ലാ രോഗങ്ങൾ വിട്ടുമാറട്ടെ. പറഞ്ഞ ആമേൻ. ജീവിത പങ്കാളികളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. അവരുടെ തളർച്ചകൾ വിട്ടുമാറട്ടെ. അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ വിട്ടുമാറട്ടെ. ബിസിനസ്സിൽ വരുന്ന തളർച്ചകൾ വിട്ടുമാറട്ടെ. വിളിച്ചോ, ഈശോനെ വിളിച്ചോ. ഈശോയേ, വന്നീടണേ. എൻ മുറിവുണക്കിടേണമേ.
എല്ലാ ആന്തരിക മുറിവുകൾ സമർപ്പിക്കുന്നു. ഭയപ്പെട്ടു പോയ നിമിഷങ്ങള്, ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങള്, ദ്രോഹിക്കപ്പെട്ട നിമിഷങ്ങള്, മോഷ്ടിക്കപ്പെട്ട നിമിഷങ്ങള്, ആ നിമിഷങ്ങളിൽ വന്ന എല്ലാ വേദനകളിലേക്കും കർത്താവിന്റെ തിരുരക്തം കൊണ്ട് എല്ലാ മുറിവുകളും ഇപ്പോൾ ശുശ്രൂഷ കൊണ്ട് ഇപ്പോൾ ആ മുറിവുകള് യേശുവിന്റെ തിരുരക്തത്തിന്റെ ലേപനാഭിഷേകം കൊണ്ട് ആ മുറിവുകൾ ഇപ്പോൾ ഉണങ്ങട്ടെ. ഈശോയേ വന്നിടണേ, എൻ മുറിവുണക്കിടേണമേ. മക്കളെ, സാധിക്കുന്ന എല്ലാവരും തന്നെ മുട്ടുകുത്തി നിന്നോ. നിന്റെ വീടിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ ബാധകൾ ഇപ്പോൾ ഒഴിഞ്ഞു പോകട്ടെ. നിന്റെ കുടുംബത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന സാത്താൻ സേവകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. നിന്റെ മക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചിക ശക്തികൾ ഇപ്പോൾ വിട്ടുപോകട്ടെ. കൂടോത്രങ്ങള്, മന്ത്രവാദങ്ങള്, ആഭിചാരങ്ങള്, സർപ്പദോഷങ്ങള് കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമം കൊണ്ടും അച്ഛന്റെ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയുടെ അധികാരം കൊണ്ടും ആ തിന്മകളെ ഞാനിപ്പോൾ ബന്ധിക്കുന്നു. ആ തിന്മകളെ ഞാനിപ്പോൾ ശാസിക്കുന്നു. ആ തിന്മകളെ നിന്റെ ഭവനത്തിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈശോയുടെ ആ ഡെലിവറൻസിന് വേണ്ടി കരങ്ങൾ ഉയർത്തി ഒന്ന് പാടി പ്രാർത്ഥിച്ച്. തിരുവിലാവിൽ നിന്നൊഴുകും കർത്താവിന്റെ തിരിച്ചോര തളിക്കപ്പെടുന്നു നിന്റെ പറമ്പ്, നിന്റെ വീട്, നിന്റെ ജീവിതത്തിന്റെ മേല്. കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ, കരുണ തോന്നണേ. രണ്ട് കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടിക്ക മക്കളെ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ മക്കളുടെ മേൽ, എന്റെ തീരുമാനങ്ങളുടെ മേല് കരുണ തോന്നണേ. എന്റെ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകളുടെ മേല് എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാദാ, പാപിയാണു ഞാൻ. പറഞ്ഞേ ആമേൻ, പറഞ്ഞേ ആമേൻ, ആമേൻ. കർത്താവിന്റെ അത്ഭുത ശക്തി ഈ സുവിശേഷാഗ്നി ശുശ്രൂഷയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഷെക്കന ടെലിവിഷൻ ലോകം മുഴുവനുള്ള എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ തൊടണമേ, യേശുവേ സൗഖ്യം നൽകണമേ. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ